IPL-ൽ പഞ്ചാബിനെ ജയം ഗുജറാത്തിനെ 11 റൺസിന് തോൽപ്പിച്ചു. 243 റൺസ് പിന്തുടർന്ന ഗുജറാത്തിന് 232 റൺസേ നേടാനായുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, എത്രമാത്രം കനത്ത പോരാട്ടമായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു പഞ്ചാബിന്റെ ജയത്തെ നോക്കിക്കാണാൻ സാധിക്കുക? സ്വാതി, IPL-ൽ വമ്പൻ സ്കോറുകൾ കേവലം എല്ലാ ദിവസങ്ങളിലും പിറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. ഇന്നും 243 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറിലേക്കാണ് പഞ്ചാബ് എത്തിയത്. പഞ്ചാബിന്റെ ക്യാപ്റ്റൻ പഞ്ചാബിന്റെ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് അയ്യർ 97 റൺസ്, അതായത് 42 പന്തുകളിൽ അടക്കം നേടിയ 97 റൺസാണ് ഒരു കൂറ്റൻ സ്കോറിലേക്ക് പഞ്ചാബിനെ എത്തിച്ചത്. മാത്രമല്ല, പ്രിയനാഷ് എന്ന് പറയുന്ന പ്രിയനാഷ് 47, അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് 44 റൺസ്, 16 പന്തുകളിൽ 44 റൺസ് നേടിയതോടെ പഞ്ചാബ് 243 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തുന്നു. പിന്നീട് ഗുജറാത്തും അതേ നാണത്തിൽ തന്നെയാണ് തിരിച്ചടിച്ചത്. ഗുജറാത്തിന്റെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലാണ് ഈ ആക്രമണത്തിന് തുടക്കമിട്ടത്. പിന്നാലെ എത്തിയ സുദർശനും അതുപോലെ തന്നെ ജോസ് ബട്ട്ലറും ഒക്കെ പൊരുതി നോക്കിയെങ്കിലും അനിവാര്യമായ 244 എന്ന് പറഞ്ഞ സ്കോറിലേക്ക് എത്താൻ ഗുജറാത്തിന് കഴിഞ്ഞില്ല. എങ്കിലും കേവലം 11 റൺസ് അകലെ മാത്രമാണ് 244 റൺസ് ചേസ് ചെയ്ത ഗുജറാത്ത് ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നത്. അത്യധികം ആവേശം നിറഞ്ഞിരുന്ന മത്സരത്തിൽ ബാറ്റർമാരാണ് കളം പിടിച്ചത്. 3 റൺസ് അകലെ മാത്രമാണ് ശ്രേയസ് അയ്യറിന് സെഞ്ചുറി നേടാൻ കഴിയാതെ പോയത്. പക്ഷേ അപ്പോൾ ഒരു വശത്ത് ശശാങ്ക് അടിച്ച് തകർച്ചയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശശാങ്ക് പിന്നീട് പറഞ്ഞത് തന്റെ സെഞ്ചുറിയെ പറ്റി നോക്കേണ്ടതില്ല, ടീം സ്കോർ ഉയർത്തിക്കോളൂ എന്നാണ് ശ്രേയസ് പറഞ്ഞതെന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ വിജയത്തിൽ നിർണായകമാകുന്നത്. കാരണം 11 റൺസിനാണ് പഞ്ചാബ് ഈ ഒരു ജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാതി. ശരി മനീഷ്, IPL-ൽ പഞ്ചാബിന് ജയം ഗുജറാത്തിനെ 11 റൺസിനാണ് തോൽപ്പിച്ചത്. 243 റൺസ് പിന്തുടർന്ന ഗുജറാത്തിന് 232 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ.